വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖിലാമിസ് ആണ്. യെസ്, നമ്മളെല്ലാവരും ഇതാ ബേസിക് സയൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അല്ലെ, ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് എക്സാം എഴുതാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം അല്ലേ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ ദ ഇലക്ട്രിക് സർക്യൂട്ട് യൂസിങ് സിംബൽസ് അല്ലെ, ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ തന്നിട്ടുള്ള ചിത്രം മാറ്റി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, വൈദ്യുത സർക്യൂട്ടിന്റെ ചിത്രം. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിംബൽസ് അഥവാ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും ഈ കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അല്ലെ. അത് പല രീതിയിലാവാം. ദാ ഇപ്പൊ തന്നതുപോലെ നമ്മളോട് എന്ത് ചെയ്യാൻ പറയാം, സിംബൽസ് വരയ്ക്കാൻ പറയാം, അല്ലെങ്കിൽ സിംബൽസ് തന്നിട്ട് നമ്മളോട് ABC മാർക്ക് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എഴുതാൻ പറ്റണം. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് വരച്ചു നോക്കാം. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന സമയത്ത്, ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം അവിടെ ഒരു സെൽ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സിംബൽ വരയ്ക്കുന്ന സമയത്ത് ഇതാ സെല്ലിന്റെ സിംബൽ നമുക്കറിയാം അല്ലെ. ഒരു വലിയ ലൈനും ഒരു കുഞ്ഞു ലൈനും വരച്ചാൽ മതി. വലിയ ലൈൻ എന്താണ്? വലിയ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് ആണ്. ചെറിയ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് ആണ്. സോ അതനുസരിച്ച് നമുക്കത് വരയ്ക്കാം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്, യെസ്, ഒരു കണക്റ്റിംഗ് വയർ നമ്മൾ കൊടുക്കുകയാണ് അല്ലെ. ആ കണക്റ്റിംഗ് വയർ എന്തിനൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്? ഒരു സ്വിച്ചും ഉണ്ട്, നമ്മുടെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഡിവൈസ്, നമ്മുടെ ബൾബും ഉണ്ട് അല്ലെ. ആ ബൾബ് കത്തുന്നുണ്ടല്ലോ. ബൾബ് കത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്വിച്ച് എന്താണ്? സ്വിച്ച് ഓൺ ആണ്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം അത് തെറ്റിപ്പോകുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ സ്വിച്ച് കാണുന്ന സമയത്ത് ആവേശത്തിൽ പോയിട്ട് മാർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കണം സ്വിച്ച് ഓൺ ആണോ സ്വിച്ച് ഓഫ് ആണോ എന്നുള്ളത്. ഈ തന്നിരിക്കുന്നതിനകത്ത് സ്വിച്ച് എന്താണ്? ഓൺ ആണ്. സോ ദാ സിമ്പിൾ നമ്മൾ ഓണിൻ്റെത് വരച്ചു വെച്ചു അല്ലെ. ഓഫ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു സിമ്പിൾ വരിക? യെസ്, ഈ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് വരയ്ക്കും അല്ലെ. അതായത് അവിടെ ഒരു ഓപ്പണിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ബൾബ് കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബിന്റെ ആ ഒരു സിമ്പിൾ വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി? മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ സൂര്യനെ ആലോചിച്ചാൽ മതി. പുറമെ എന്ത് ചെയ്യുക? യെസ്, അതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഏത് സിമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഇനി തിരിച്ച് ഇതേപോലത്തെ ഒരു പിക്ചർ തന്നിട്ട് ഇവിടെ A, ഇവിടെ B, ഇവിടെ C തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറയാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു വി കോൾ ദ മെറ്റീരിയൽസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ? ഗിവ് എക്സാമ്പിൾ അല്ലെ. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരെന്ത്? ഉദാഹരണവും ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളും ഉണ്ട്, വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുന്ന ആളുകളുണ്ട്, പാസ് ചെയ്യിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ പാസ് ചെയ്യിക്കുന്ന ആളുകളെയാണ് ചോദിച്ചത്. സോ നമുക്ക് പറയാം അല്ലേ, അതാരാണ്? കണ്ടക്ടേഴ്സ് ആണ്. അവരെ നമ്മൾ കണ്ടക്ടേഴ്സ് അഥവാ ചാലകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അയേൺ, ഗോൾഡ്, കോപ്പർ ഒക്കെ നമുക്ക് അല്ലേ, മെറ്റൽ, ലോഹങ്ങളൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ എന്താണ്? യെസ്, നമ്മളുടെ വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫൈറ്റും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാഫൈറ്റും അതേപോലെ തന്നെ നമ്മുടെ ജലവും എന്താണ്? ഒരു ചാലകമാണ് അല്ലെ, ഒരു കണ്ടക്ടറാണ്, ഇലക്ട്രിസിറ്റിയുടെ ഒരു കണ്ടക്ടർ ആണെന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടെങ്കിലും കോൺസെപ്റ്റ് ഒക്കെ ഏകദേശം സെയിം ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കി വെക്കേണ്ടതുണ്ട്. സോ ഈ കാര്യങ്ങൾ മക്കള് ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം അല്ലെ, ഇൻസുലേറ്റേഴ്സ് ആണ്, കടത്തി വിടാത്ത ആളുകൾ. അവിടെ നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക്കും ക്ലോത്തും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറയുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓണം സൂപ്പർ ഓഫറിന്റെ കാര്യമുണ്ട് അല്ലെ. അതായത് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച്, നിങ്ങൾക്കായിട്ട് മാത്രമുള്ള നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം എന്താണ്? യെസ്, ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ 20% എന്ത് കിട്ടുന്നുണ്ട്? ഓഫർ കിട്ടുന്നുണ്ട്. ഓണം 20 എന്ന് പറയുന്ന ആ ഒരു കോഡ് നമ്മൾ യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ആളുകൾ, നമ്മുടെ ജോയിൻ ചെയ്ത ആളുകൾ എന്തായാലും ഇവിടെ ഉണ്ടാവും അല്ലേ. ജോയിൻ ചെയ്ത കുറേ മക്കൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് മിസ്സിന് അറിയാം. അപ്പൊ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം അല്ലേ. അപ്പൊ ഇതാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: സംടൈംസ് ദർ ഈസ് പവർ ഷോർട്ടേജ് ഇൻ കേരള ഡ്യൂറിങ് സമ്മർ സീസൺ, വൈ അല്ലേ. നമ്മുടെ കേരളത്തിൽ എന്താണ്? വേനൽക്കാലത്ത് വൈദ്യുത ക്ഷാമം ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഇത് നേരെ തിരിച്ചു ചോദിക്കാറുണ്ട് കേട്ടോ. ഏത് സമയത്താണ് കേരളത്തിൽ വൈദ്യുത ക്ഷാമം, ലോഡ് ഷെഡിങ് ഉണ്ടാവാറ്? വേനൽക്കാലത്താണോ അല്ല റെയിനി സീസണിലല്ലേ, മഴക്കാലത്താണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം വേനൽക്കാലത്താണ്, സമ്മർ സീസണിലാണ് ലോഡ് ഷെഡിങ് ഒക്കെ ഏർപ്പെടുത്താറുള്ളത്. അതിന്റെ കാരണം എന്താണ്? യെസ്, അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ജലവൈദ്യുത നിലയങ്ങളിലാണ് നമ്മൾ വൈദ്യുതി എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. അതാണ് മാക്സിമം അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ ജലവൈദ്യുത നിലയങ്ങളുടെ പ്രത്യേകത
പ്രത്യേകത. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ പ്രത്യേകത എന്താണ്? അവിടെ നമുക്കറിയാം അല്ലെ, അവിടെ നമ്മൾ ഇങ്ങനെ അണക്കെട്ടി നിർത്തിയിരിക്കുകയാണ് വെള്ളം എന്ന് പറയുന്നത്. ആ വെള്ളം അത്രയും ഫോഴ്സിൽ എന്ത് ചെയ്യാണ്? യെസ്, റിസർവോയറിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യാണ്? താഴേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. ആ താഴേക്ക് വീഴുന്ന ആ ഒരു ഫോഴ്സിൽ വേണം അവിടെയുള്ള ആര് റൊട്ടേറ്റ് ചെയ്യാൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ. ആ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി യൂസ് ചെയ്തിട്ടാണ് അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ആ ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോഴാണ് അവിടെ വൈദ്യുതി അല്ലെ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഇത് പഠിച്ച സമയത്ത് കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇത് നമ്മൾ ഓർത്തു വെക്കണം അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മഴ കുറവായിരിക്കും സമ്മർ സീസണിൽ അല്ലെങ്കിൽ വേനൽക്കാലത്ത്. മഴ കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? യെസ്, ഇവിടെ വാട്ടർ കണ്ടന്റ് അല്ലെ, നമ്മളുടെ ജലത്തിന്റെ ലഭ്യതയാണ് കുറയുന്നത്. അതനുസരിച്ച് വൈദ്യുതിയുടെ ഉൽപാദനം, ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ ആ കുറയുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇന്ന് ഇലക്ട്രിസിറ്റി വേണം. വൈദ്യുതിക്ക് ഭയങ്കര ഡിമാൻഡ് ആണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള വൈദ്യുതി നമുക്ക് ഉണ്ടാവണം എന്നില്ല, നമ്മൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല ആ സമയത്ത് അല്ലെ, അല്ലെങ്കിൽ ഉൽപാദനം കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് എന്ത് ഏർപ്പെടുത്തുന്നത്? ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ പവർ കട്ട് ഏർപ്പെടുത്തുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആയതുകൊണ്ടാണ് അല്ലെ, ജലവൈദ്യുത നിലയങ്ങളെ ആയതുകൊണ്ടാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.